ഞാൻ ഫസ്റ്റ് ടൈം ബീഫ് വരട്ടി ഉണ്ടാക്കുവാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് വെച്ച ബീഫ് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ബട്ടറും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിനകത്ത് 2 മുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇതേപോലെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട ശേഷം ഇത് അടുപ്പിനകത്ത് എടുത്ത് വെക്കുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുള്ളിയും സവാള അരിയണേ. അപ്പോൾ ഞാൻ ചെറുള്ളി സവാള അരിയാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ണെരിഞ്ഞു. പിന്നെ നമ്മൾ അടുപ്പിലോട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. അതിനകത്തേക്ക് കടുക്, കറിവേപ്പില, പിന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം എടുത്ത് നല്ല രീതിയിൽ ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച് ചെറുള്ളി സവാള എല്ലാം അതിനകത്ത് എടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട ശേഷം പിന്നെ ഗരം മസാല, ചിക്കൻ മസാല എടുക്കുക. പിന്നെ ഇതേപോലെ ഉണക്കമുളക് ഇതേപോലെ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ജ്യൂസ് അടിച്ചിട്ടുണ്ട്, ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കുക്കറിനകത്ത് വെച്ച ബീഫ് റെഡി ആയിട്ടുണ്ട്. അതും എടുത്ത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ പറ്റിച്ചെടുക്കുക. ആഹാ, എന്താ കാണാൻ നല്ല ചന്തമുണ്ടല്ലേ. പറ്റിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക കളറായി മാറി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ മാത്രമല്ല ടേസ്റ്റും ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടദോശയാണ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് അപ്പൻ്റെ ചോദിച്ചാലോ? ചോദിക്കട്ടെ എങ്ങനെ ഉണ്ടാക്കാം.